നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര ഇപ്പോഴും കാണാമറയത്ത്. വ്യാപക തിരച്ചിലുമായി പോലീസ്. ഫസ്റ്റ് റൗണ്ടപ്പ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. Today's headlines brought to you by Sigtron panel lights. Simply exceptional. നെന്മാറയിൽ ഒരു കുടുംബത്തിലെ 3 പേരെ കൊന്ന ചെന്താമരയെപ്പറ്റി ഒരു തുമ്പുമില്ലാതെ പോലീസ്. പ്രതിക്കായി മലകളിലും കുളത്തിലും തെരച്ചിൽ. ഒരാൾക്ക് വേണ്ടി 4 സംഘങ്ങളായി 100-ലധികം പോലീസിനെ വിന്യസിച്ച പോലീസിന്റെ അസാധാരണ ദൌത്യം. ചെന്താമരയെ പിടികൂടി തൂക്കിലേറ്റണമെന്ന് നാട്ടുകാർ. 4 പേരെ കൊല്ലും. ഈ ഒരു ഭീഷണിയാണ്. തൂക്കിക്കൊല്ലാനുള്ള ഒരു ശിക്ഷ എന്തായാലും നീതി ലഭിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ തല്ലിക്കൊല്ലാം. അങ്ങനെയുള്ളതാണ് ഞങ്ങൾ ഘട്ടത്തിൽ നിൽക്കുന്നത്. ഉറപ്പ് കിട്ടും വരെ മൃതദേഹങ്ങൾ സംസ്കരിക്കില്ലെന്ന് അയൽവാസികളും ബന്ധുക്കളും. കുടുംബത്തിന്റെ പരാതി അവഗണിച്ച് ചെന്താമരയെ നെന്മാറയിൽ തങ്ങാൻ അനുവദിച്ചതിലെ പോലീസ് വീഴ്ചയിൽ റിപ്പോർട്ട് തേടി ADGP. വീഴ്ചയുണ്ടെന്ന് തെളിഞ്ഞാൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് കെ ബാബു MLA. നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്കുള്ള കോൺഗ്രസ് മാർച്ചിൽ ഉന്തും തള്ളും. നെന്മാറയിലെ കൊലയാളി ചെന്താമര കടുത്ത അന്ധവിശ്വാസി. 6 വർഷം മുൻപ് സജിതയെ കൊന്നത് കൂടോത്രം ചെയ്തെന്ന സംശയത്തിൽ നീണ്ട മുടിയുള്ള സ്ത്രീ കുടുംബം തകർത്തെന്ന ജോൾസിന്റെ പ്രവചനം വിശ്വസിച്ചു. ചെന്താമരയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇനിയും പലരുമെന്ന് ബന്ധു പരമേശ്വരൻ. നല്ല ബുദ്ധിയും നല്ല താൻഡവത്തോടുകൂടി ജീവിക്കണമെന്നല്ലേ, അവന് ഒരു മെന്റലും ഇല്ല. ഇന്നലെ കൊല്ലപ്പെട്ട ലക്ഷ്മിയുടെ ശരീരത്തിൽ 12 മാരക മുറിവുകൾ. സുധാകരന്റെ ശരീരത്തിൽ ആഴമുള്ള മുറിവുകൾ. പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. വയനാട്ടിൽ കൂടുതൽ കടുവകളുടെ സാന്നിധ്യം തേടിയുള്ള ജനകീയ തെരച്ചിലിനിടെ വീണ്ടും വന്യജീവി ആക്രമണം. കുറുക്കൻമൂലയിൽ വളർത്തുനായിയെ പിടികൂടിയത് കടുവയെന്ന് നാട്ടുകാർ. കണ്ണൂർ ചതിരൂരിലും വളർത്തുനായിയെ കൊണ്ടുപോയത് കടുവയെന്ന് സംശയം. കൊല്ലം പത്തനാപുരത്ത് പശുവിനെ കൊന്നത് പുലി. വന്യജീവി ആക്രമണത്തിനുള്ള പരിഹാരം ജനകീയ സമ്പർക്കത്തിലൂടെ കണ്ടെത്തി പ്രഖ്യാപിക്കുമെന്ന് VD സതീശൻ. കടുവ കൊന്ന രാധയുടെ വീട് സന്ദർശിച്ച സതീശൻ. പ്രിയങ്ക ഗാന്ധി അല്പസമയത്തിനകം വയനാട്ടിൽ. കള്ളപ്പണം വന്നത് എവിടെ നിന്ന് അന്വേഷിക്കാതെയും BJP നേതാക്കളെ ചോദ്യം ചെയ്യാതെയും കൊടകര കള്ളപ്പണക്കേസിലെ അന്വേഷണം അവസാനിപ്പിച്ചു ED അന്വേഷിച്ചത് കള്ളപ്പണ കവർച്ചയെക്കുറിച്ച് മാത്രം. ഹൈക്കോടതി ഇടപെടണമെന്ന് VS സുനിൽകുമാർ. നിർണായക തെളിവുകൾ പോലീസിന് നൽകിയിട്ടുണ്ടെന്ന് BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ്. BJP ഓഫീസിലെത്തിയ പണം ഭൂമി വാഹന ഇടപാടുകൾക്ക് ഉപയോഗിച്ചു. പോലീസിന് 2 മാസം മുൻപ് തന്നെ മൊഴി നൽകിയെന്ന് സതീഷ് മീഡിയ വണിനോട്. സമരം അവസാനിച്ചിട്ടും റേഷൻ വിതരണം പ്രതിസന്ധിയിൽ. വേതന കുടിശ്ശിക നൽകാതെ വിതരണം നടത്തില്ലെന്ന് ലോറി ഉടമകളും തൊഴിലാളികളും. സർക്കാർ കുടിശ്ശിക നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വാതിൽപ്പടി വിതരണക്കാർ. അരിയില്ലാതെ കട തുറന്നിരിക്കേണ്ട ഗതികേടെന്ന് റേഷൻ കടയുടമകൾ. CITU തൊഴിലാളിയെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ കലാരാജുവിന്റെ മകനെതിരെ കേസ്. പരാതി വ്യാജമെന്നും കേസ് എഴുതിത്തള്ളുമെന്നും പോലീസ്. സംഭവം നടന്ന ദിവസം താൻ കൂത്താട്ടുകുളത്തുണ്ടായിരുന്നില്ലെന്ന് കലാരാജുവിന്റെ മകൻ ബാലു. മരിപ്പിന് 15-ാം തീയതി വന്നിട്ട് നമുക്ക് ചടങ്ങൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ തിരിച്ചു പോകുന്നത്. തീർക്കുന്നതിന് മുമ്പ് ഞാൻ പോയി, കാരണം അമ്മയുടെ ഇത് അറിഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ CM-നും DGPക്കും കംപ്ലയിൻറ്റ് ചേച്ചിയുടെ ഫോണിൽ നിന്ന് അയച്ചു. അതുകൊണ്ട് അവിടെ നേരെ എടുത്ത് നേരെ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഞാൻ വേറെ എവിടെ നിന്നിട്ടുമില്ല, ഒന്നുമില്ല. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി ചെന്താമരയെ പിടികൂടാനായില്ല. 100-ലധികം പോലീസുകാരാണ് പോത്തുണ്ടിയിലെ മലയോര മേഖലകളിൽ പരിശോധന നടത്തുന്നത്. ചെന്താമര പുഴയിലോ കുളത്തിലോ ചാടിയിട്ടുണ്ടാകാമെന്നും സംശയമുള്ളതിനാൽ സ്കൂബ ടീമും തെരച്ചിൽ നടത്തുന്നുണ്ട്. കൊല്ലപ്പെട്ട സുധാകരന്റെയും ലക്ഷ്മിയുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദു, കൊലപാതകം നടന്നിട്ട് 24 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒരു തുമ്പുമില്ലാതെ പോലീസ് പ്രതിക്കായി തെരച്ചിൽ നടത്തുകയാണോ? ചെന്താമരയെ ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ചെന്താമരയെക്കുറിച്ച് ഒരു തരത്തിലുമുള്ള സൂചനയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെയധികം പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യത്തിൽ നാട്ടുകാരും വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇയാൾ ഇനിയും 2 കൊലപാതകം നടത്തുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇയാളെ പിടികൂടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ഇയാൾ ഇങ്ങോട്ട് എത്തി ഇത്തരത്തിലുള്ള ആക്രമണ സംഭവങ്ങളൊക്കെ നടത്തുമെന്നുള്ള ഒരു ഭയം നാട്ടുകാർക്കുണ്ട്. ഏതായാലും പോലീസും വലിയ സമ്മർദ്ദത്തിലാണ്. പോലീസ് സംഘങ്ങളായി തിരിഞ്ഞാണ് ഇവിടെ പരിശോധന നടത്തുന്നത്.
ഈ വീട് നിൽക്കുന്ന സ്ഥലത്തു നിന്നും സമീപത്തായി മലകളും വനങ്ങളും ഒക്കെ തന്നെയുണ്ട്. ഇവിടെയൊക്കെ ചെന്താമരയ്ക്ക് നല്ല പരിചയവുമാണ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇയാൾ പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് നാട്ടുകാർ ആവർത്തിച്ച് പറയുന്നത്. ഇതിവിടെ നിന്നും ദൂരേക്കൊന്നും ഈ ചെന്താമര പോകാനുള്ള സാധ്യതയില്ല എന്നുള്ളതും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ ഇവിടെ തന്നെയാണ് പോലീസിന്റെ പരിശോധനകളൊക്കെ നടക്കുന്നത്. ഒപ്പം നാട്ടുകാരും പരിശോധനയ്ക്കായി സഹായം നൽകുന്നുണ്ട്. അതിനിടെ ഇയാൾ പുഴയിലോ കുളത്തിലോ ഒക്കെ ചാടിയിട്ടുണ്ടാകാം എന്നുള്ളൊരു സംശയം വന്നതിനെ തുടർന്ന് സ്കൂബ ഡൈവിംഗ് ടീം ഇവിടേക്ക് എത്തി. പ്രദേശത്തുള്ള കുളത്തിലും കോറയിലുമൊക്കെയാണ് ഇവർ പരിശോധന നടത്തിയത്. പക്ഷേ സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഏതായാലും പോലീസ് ശക്തമായ പരിശോധന ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ വീട്ടമ്മമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ ഇയാൾക്കെതിരെ നിരവധി തവണ പരാതി നൽകിയിട്ടും കാര്യമായ നടപടിയൊന്നും എടുക്കാത്തതിൽ വലിയ പ്രതിഷേധം ഇവർ അറിയിക്കുന്നുണ്ട്. ഒപ്പം പോലീസിന്റെ ഈ ഒരു വീഴ്ചയാണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും ഈ വീട്ടമ്മമാർ ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും ഇയാളെ പിടികൂടിയാൽ തൂക്കിക്കൊല്ലാനുള്ള ശിക്ഷ വിധിക്കണം. ഒപ്പം ഈ സുധാകരന്റെ മക്കൾക്ക് സർക്കാർ ജോലി നൽകണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വീട്ടമ്മമാർ ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാർ അനുകൂലമായ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ വീട്ടമ്മമാരൊക്കെ പറയുന്നത്. ഏതായാലും പരിശോധനകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രദേശത്ത് എല്ലാ ഭാഗങ്ങളിലും ഇപ്പോഴും തെരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ 24 മണിക്കൂർ പിന്നിട്ടിട്ടും ഇപ്പോഴും ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാത്തത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിലെ 3 പേരെയാണ് ചെന്താമര കൊലപ്പെടുത്തിയത്. 2019 സുധാകരന്റെ ഭാര്യ സജിതയെയും ഇന്നലെ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയുമാണ് ചെന്താമര കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് പിന്നാലെ ഒളിവിൽ പോയതാണ് ചെന്താമര. ഇപ്പോഴും പോലീസിന് കണ്ടെത്താനായിട്ടില്ല. വ്യാപക തെരച്ചിൽ നടക്കുന്നുണ്ട്. വിവരങ്ങളാണ് ടി നന്ദഗോപാൽ നൽകിയത്. നെന്മാറയിലെ ഇരട്ടക്കൊലപാതകത്തിലെ പ്രതി ചെന്താമര കടുത്ത അന്ധവിശ്വാസിയെന്ന് നാട്ടുകാർ. നീണ്ട മുടിയുള്ള സ്ത്രീ കാരണം ദാമ്പത്യ ജീവിതം നശിക്കുമെന്ന് ഒരു ജ്യോത്സ്യൻ ചെന്താമരയോട് പറഞ്ഞിരുന്നു. ഇത് വിശ്വസിച്ചാണ് ഇയാൾ 2019 സജിതയെ കൊലപ്പെടുത്തിയത്. ഇതേ കാരണം കൊണ്ട് ഇയാൾ മറ്റ് നിരവധി സ്ത്രീകളെയും ഭീഷണിപ്പെടുത്തിയിരുന്നു. നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീ കാരണമാണ് തന്റെ ഭാര്യ പിണങ്ങിപ്പോയതെന്ന് ചെന്താമരയോട് ഒരു ജ്യോത്സ്യൻ പറഞ്ഞു. അങ്ങനെ ഒരു സ്ത്രീയെ അന്വേഷിച്ചപ്പോൾ ചെന്താമരയുടെ കൺമുൻപിൽ പെട്ടത് സജിതയാണ്. അങ്ങനെ 2019 സജിതയെ ഇയാൾ ക്രൂരമായി കൊലപ്പെടുത്തി. കഴിഞ്ഞ 2 മാസത്തിനിടെ സമാനമായ കാരണം പറഞ്ഞ് 2 സ്ത്രീകളെ ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. സജിതയെ കൊലപ്പെടുത്തിയ ദിവസം ചെന്താമര തന്റെ ഭാര്യയെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി ഇയാളുടെ ബന്ധു പറയുന്നു. അവന് അന്ധവിശ്വാസം ഉണ്ടാകുകയായിരിക്കും. തലയ്ക്ക് മെന്റലോ കിന്റലോ ഒന്നുമില്ല. നല്ല ബുദ്ധിയും നല്ല താൻഡവത്തോടുകൂടി ജീവിക്കണമെന്ന് തന്നെ. അവന് ഒരു മെന്റലും ഇല്ല. മേഖലയിലെ സ്ത്രീകളും ഭയത്തിലാണ്. പിടികൂടിയില്ലെങ്കിൽ ഇയാൾ ഇനിയും കൊലപാതകം ആവർത്തിക്കുമെന്ന് പോത്തുണ്ടിയിലെ സ്ത്രീകൾ പറയുന്നു. ഞങ്ങൾ പേടിച്ചിട്ട് അവിടെ ഇരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ പേടിച്ചിട്ടാണ്. അയാൾ വന്നവിടുന്നും കൂടി ഞങ്ങൾ ടെൻഷനാണ്. എന്താ വെച്ചാൽ ആരിന് ഇനി കൊല്ലും, ആര് കുടുംബത്തിന് ഇനി നഷ്ടപ്പെടുന്നുള്ളത് അറിയില്ല. അവന്നിട്ട് ഇരിക്കുന്നു ഞങ്ങള്. മരിച്ച സുധാകരന്റെ മക്കൾക്ക് സർക്കാർ സംരക്ഷണം ഒരുക്കണമെന്നും വീട്ടമ്മമാർ ആവശ്യപ്പെട്ടു. 5 പേരെ കൊല്ലും, 3 പേരെ കൊല്ലും, 4 പേരെ കൊല്ലും. ഈ ഒരു ഭീഷണിയാണ്. ഞങ്ങൾക്ക് ഈ കുട്ടിക്ക് നല്ല ഇത് കിട്ടണം. അല്ലാണ്ട് ഈ മരിപ്പെടുക്കാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. അതിനിടെ പ്രദേശത്തെ ജലാശയങ്ങളിൽ സ്കൂബ ഡൈവിംഗ് ടീം പരിശോധന നടത്തി. എന്നാൽ ഫലം കണ്ടില്ല. മീഡിയ 1 പാലക്കാട്. നെന്മാറ കൊലക്കേസിലെ പോലീസ് വീഴ്ച അന്വേഷിക്കാൻ ADGPയുടെ നിർദ്ദേശം. അന്വേഷണ റിപ്പോർട്ട് വേഗത്തിൽ സമർപ്പിക്കാൻ ADGP മനോജ് എബ്രഹാം പാലക്കാട് SP-ക്ക് നിർദ്ദേശം നൽകി. പ്രതി ചെന്താമര ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടും പോലീസ് നടപടി സ്വീകരിക്കാതിരുന്നത് ഗൌരവമായാണ് ആഭ്യന്തര വകുപ്പ് കാണുന്നത്. നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്ന ജാമ്യ ഉപാധി നെന്മാറ പഞ്ചായത്ത് പരിധി എന്നാക്കി മാത്രമാണ് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി മാറ്റിയത്. കോടതി ഉത്തരവ് ലംഘിച്ചാണ് പ്രതിയായ ചെന്താമര നെന്മാറ പഞ്ചായത്ത് പരിധിയിലെ പോത്തുണ്ടിയിൽ എത്തിയത്. ഇത് സംബന്ധിച്ച പരാതി ലഭിച്ചിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ല. കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ നെന്മാറ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരുന്നു. സജിത കൊലപാതക കേസിലെ സാക്ഷികളായ സുധാകരനെയും കുടുംബത്തെയും വധിക്കുമെന്ന് പ്രതിയായ ചെന്താമര ഭീഷണിപ്പെടുത്തി എന്ന പരാതി ലഭിച്ചിട്ടും ഈ വിവരം പോലീസ് കോടതിയെ അറിയിച്ചില്ല. കോടതിയെ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിച്ചാൽ ജാമ്യം റദ്ദാക്കാൻ വരെ സാധ്യതയുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 29-ാം തീയതി നെന്മാറ പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതിയായ ചെന്താമര സ്റ്റേഷനകത്ത് കയറാൻ തയ്യാറാവാത്തതിനാൽ SHO ഇറങ്ങി വന്ന നടപടിയെയും തെറ്റാണെന്ന് പോലീസ് വിലയിരുത്തുന്നു. പോലീസിനെതിരായി ഉയർന്നു വന്ന ആരോപണങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം പാലക്കാട് SP-ക്ക് നിർദ്ദേശം നൽകി. സാജിദ് അജ്മൽ, മീഡിയ 1 തിരുവനന്തപുരം. നെന്മാറ കൊലപാതകത്തിൽ പോലീസ് വീഴ്ചയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്കാണ് മാർച്ച് നടത്തിയത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ആ ശുഷ്കാന്തിയുടെ 1000-ലൊരു അംശം ഇവിടുന്ന് കാണിച്ചിരുന്നുവെങ്കിൽ അഖിലയും അതുല്യയും
അനാഥരാകില്ലായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഒരു മാനസിക രോഗി എന്ന് ഇവർ തന്നെ പറയുന്ന ആളെ 36 മണിക്കൂറായിട്ട് കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ ഇവർ തന്നെ ഇവർക്കൊക്കെ ഒന്ന് മാർക്കിടട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമ്പർ വൺ കേരള പോലീസിന് ആ ട്രോഫി കിട്ടി, ഈ ട്രോഫി കിട്ടി, തെക്കേടത്തമ്മ പുരസ്കാരം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാർ ഇങ്ങനെ എഴുന്നേറ്റെന്ന് പറയാറുണ്ടല്ലോ. നിയമസഭയിൽ 1.5 മണിക്കൂർ തള്ളുണ്ടാകാറുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ. ആ മുഖ്യമന്ത്രിയുടെ തള്ളുള്ള പോലീസ്, ആ പോലീസിനാണ് 36 മണിക്കൂറായിട്ട് ഒരു കൊലക്കേസിലെ പ്രതിയെ, ഒരു കുടുംബത്തെ അനാഥമാക്കിയ ഒരു പ്രതിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത്. അതും ഒരു ട്രോഫിയായിട്ട് ആ മക്കളുമാരുടെ ഉണ്ടല്ലോ, ആ മക്കളുമാരുടെ കരച്ചിലും ഒരു ട്രോഫിയായിട്ട് അടുത്ത നിയമസഭാ സമ്മേളനം കൂടുമ്പോൾ മുഖ്യമന്ത്രി എഴുന്നേറ്റ് 1.5 മണിക്കൂർ കൂടെ തള്ളട്ടെ. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ ആളെ കൊന്ന കടുവ ചത്തെങ്കിലും വനം വകുപ്പിന്റെ തിരച്ചിൽ തുടരുകയാണ്. ജില്ലയിൽ വന്യമൃഗ ഭീഷണിയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് 3 ദിവസത്തെ ജനകീയ തിരച്ചിൽ. അതിനിടെ വയനാട് കുറുക്കൻമൂലയിൽ ഇന്നലെ രാത്രിയും വന്യമൃഗത്തിന്റെ ആക്രമണമുണ്ടായി. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് മാനന്തവാടി കുറുക്കമൂലയിൽ കുഞ്ഞിരാമന്റെ വളർത്തുനായയെ വന്യമൃഗം ആക്രമിച്ചു കൊന്നത്. ആക്രമിക്കുന്നത് കുഞ്ഞിരാമനും ഭാര്യ ലക്ഷ്മിയും നേരിൽ കണ്ടു. അപ്പോൾ പട്ടിക്കുഞ്ഞ് കൂട്ടിലിടുന്ന പട്ടിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതില് മറ്റേ പട്ടിപ്പുലികളിൽ നടക്കുന്ന നമുക്കറിയാം. അത് സാധനം വന്ന് പിടിക്കൂ. ഞങ്ങളിത് ചെറിയൊരു പട്ടിനെ 2 പട്ടിനെ വേറെ ഒരാളോട് പറഞ്ഞിട്ട് അയാൾ കൊണ്ട് തന്നതാ. പഞ്ചാരക്കൊല്ലിയിൽ ആളെ കൊന്ന കടുവയുടെ ഭീഷണി അവസാനിച്ചെങ്കിലും 2ാം ഘട്ട തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പ്രദേശത്ത് വേറെ കടുവകളില്ല എന്നുറപ്പിക്കാനും ജനങ്ങളുടെ ആശങ്ക അകറ്റാനും ലക്ഷ്യമിട്ട് ആരംഭിച്ച തിരച്ചിൽ പുൽപ്പള്ളി പോലെ ജില്ലയിൽ വന്യജീവി ഭീഷണിയുള്ള മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. അതിനിടെ വന്യമൃഗശല്യം തടയാൻ 1972 കേന്ദ്ര വനനിയമം ഭേദഗതി ചെയ്യുക, ഉദ്യോഗസ്ഥതല ഇടപെടൽ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CITU DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. MP എന്ന നിലയിൽ പ്രിയങ്ക ഗാന്ധി വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്നും CITU ജില്ലാ പ്രസിഡന്റ് PV സഹദേവൻ ആരോപിച്ചു. മീഡിയ 1 വയനാട്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വന്യജീവി ആക്രമണം. കൊല്ലം പത്തനാപുരത്ത് പശുവിനെ പുലി കടിച്ചു കൊന്നതായി നാട്ടുകാർ പറഞ്ഞു. കണ്ണൂർ കീഴ്പള്ളിയിൽ നായയെ വന്യജീവി പിടികൂടി. നായയെ പിടികൂടിയ സ്ഥലത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇടുക്കി വാളാടി എസ്റ്റേറ്റിൽ ആടിനെ പുലി പിടിച്ചു. മാസങ്ങളായി പുലിഭീതിയിലാണ് പത്തനാപുരത്തെ വിവിധ മേഖലകൾ. കൂടുവച്ചൊരെണ്ണത്തിനെ പിടികൂടിയെങ്കിലും പുലിപ്പേടിക്ക് ശമനമില്ല. കഴിഞ്ഞ ദിവസം കറവൂരിൽ ബിജുവിന്റെ പശുവിനെ വന്യമൃഗം കൊന്നു. ആക്രമണം നടത്തിയത് പുലിയെന്ന് കർഷകൻ. പുലിയാണ്, കഴുത്തിലാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷെ അതിന് തിന്നില്ല, ഭക്ഷിക്കാൻ പറ്റിയിട്ടില്ല. അപ്പത്തേന് ആള് ചെന്ന് ചടിപ്പോയതാകാം. മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ വന്യജീവി ആക്രമണം രൂക്ഷമാകുന്നുവെന്ന പരാതിയുമായി നാട്ടുകാർ. പുലിയും ആനയും വലിയ ശല്യമായിട്ട് നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. ഇപ്പോൾ തോട്ടം തൊഴിലാളി രാവിലെ ടാപ്പിങ്ങിന് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അതുപോലെ കർഷകർക്ക് രാവിലെ ടാപ്പിങ്ങിന് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. കൃഷിഭൂമിയെ സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. കണ്ണൂർ കീഴ്പള്ളി ചതിരൂരിൽ കടുവ സാന്നിധ്യമെന്ന് സംശയം. നായയെ വന്യജീവി പിടികൂടിയെന്ന് നാട്ടുകാർ. ചുണ്ടൻ തടത്തിൽ ബിനോയുടെ വളർത്തുനായയാണ് പിടികൂടിയത്. കടുവയുടെ ശബ്ദം കേട്ടിരുന്നതായും പ്രദേശവാസികൾ പറയുന്നു. ജനങ്ങളുടെ ഭീതി അകറ്റാൻ വനംവകുപ്പും അധികൃതരും എത്രയും വേഗം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പത്തനാപുരത്ത് നിന്ന് ക്യാമറ പേഴ്സൺ രതീഷ് മാടമ്പിശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1. കടുവയാക്രമണത്തിൽ കൊല്ലപ്പെട്ട വയനാട് പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സന്ദർശിച്ചു. UDF മലയോര സമരയാത്രയുടെ ഭാഗമായാണ് പ്രതിപക്ഷ നേതാവ് വയനാട്ടിലെത്തിയത്. ജില്ലയിൽ മാനന്തവാടിയിലായിരുന്നു മലയോര യാത്രയുടെ ഇന്നത്തെ ആദ്യ പൊതുയോഗം. ഉച്ചയ്ക്ക് ശേഷം മീനങ്ങാടിയിലും മേപ്പാടിയിലും പൊതുയോഗം നടക്കും. മലയോര യാത്രയുടെ പ്രസക്തി ജനം മനസ്സിലാക്കിയെന്നും ഇത് രാഷ്ട്രീയ പരിപാടിയല്ലെന്നും VD സതീശൻ പറഞ്ഞു. കഴിഞ്ഞ 4 വർഷമായി വന്യമൃഗശല്യം തടയാൻ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പരമ്പരാഗതമായി ഈ ആക്രമണങ്ങൾ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇല്ലേ? നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ 4 വർഷമായി ഇത്തരം ഒരു കാര്യവും ചെയ്തിട്ടില്ല. എന്നിട്ട് ഗവർണറുടെ പ്രസംഗത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറയുകയാണ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഞങ്ങൾ കണക്കെടുത്ത് കാണിച്ചു. കണക്ക് ഞങ്ങളുണ്ടാക്കിയ കണക്കല്ല, സർക്കാരിൻ്റെ തന്നെ ഒരു കണക്കുണ്ട്. ഈ ജാഥ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളാണ് സർക്കാർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ കാര്യങ്ങൾ ഞങ്ങൾ പറയാം.
വയനാട് MP പ്രിയങ്ക ഗാന്ധി അല്പസമയത്തിനകം വയനാട്ടിലെത്തും. കണ്ണൂരിൽ വിമാനമിറങ്ങിയ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് തിരിച്ചു. പഞ്ചാരക്കൊല്ലിയിൽ കടുവയാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തെ പ്രിയങ്ക സന്ദർശിക്കും. ശേഷം അന്തരിച്ച DCC മുൻ ട്രഷറർ NM വിജയന്റെ കുടുംബാംഗങ്ങളെ കാണും. കൽപ്പറ്റ കലക്ട്രേറ്റിൽ നടക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. സമരം അവസാനിപ്പിച്ച് റേഷൻ കടകൾ തുറന്നെങ്കിലും അരി വിതരണം പ്രതിസന്ധിയിൽ. കഴിഞ്ഞ മാസത്തെ വേതന കുടിശ്ശിക നൽകാതെ വിതരണം നടത്തില്ലെന്ന് ലോറി ഉടമകളും തൊഴിലാളികളും നിലപാടെടുത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. സർക്കാർ കുടിശ്ശിക നൽകാത്തതാണ് പ്രശ്നമെന്ന് വാതിൽപ്പടി വിതരണ കരാറുകാരും പറയുന്നു. റേഷൻ കട ഉടമകളുടെ അനിശ്ചിതകാല സമരം സർക്കാർ ചർച്ചയിലൂടെ ഇന്നലെ അവസാനിപ്പിച്ചു. ഇന്ന് റേഷൻ കടകൾ തുറക്കുകയും ചെയ്തു. എന്നാൽ എവിടെയും അരി എത്തിയില്ല. അരി എത്തിക്കേണ്ട വാതിൽപ്പടി വിതരണക്കാർ സമരം നടത്തിയിരുന്നെങ്കിലും അരി കൊണ്ടുവരേണ്ട ലോറി ഉടമകളും തൊഴിലാളികളും സർവീസ് നടത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല. വേതന കുടിശ്ശിക പൂർണ്ണമായി ലഭിക്കാതെ സർവീസ് നടത്തില്ലെന്ന നിലപാടിലാണ് ലോറി ഉടമകളും തൊഴിലാളികളും. കുടിശ്ശിക തങ്ങൾക്ക് ലഭിക്കാത്തതിനാൽ തൊഴിലാളികൾക്ക് പണം നൽകാൻ കഴിയാത്ത സാഹചര്യമെന്ന് വാതിൽപ്പടി വിതരണക്കാരും പറയുന്നു. നവംബർ മാസത്തെ 40% മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ 40% കിട്ടുന്ന സമയത്ത് തന്നെ ഞങ്ങൾ 100% വണ്ടിക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും വണ്ടിക്കാർ റെഗുലറായിട്ട് ഓടുന്ന വണ്ടിക്കാർ അവർ ഓടുന്നില്ല. അരിയില്ലാതെ കട തുറന്നിരിക്കേണ്ട അവസ്ഥയാണെന്ന് റേഷൻ കട ഉടമകൾ. ഇന്ന് ഞങ്ങൾ തുറന്ന് പ്രവർത്തിച്ചു, പക്ഷേ അരി എത്തിക്കാൻ ഇതുവരെ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇന്ന് നേരം വരെ ഞങ്ങളൊക്കെ തുറന്നിങ്ങനെ കടന് മുമ്പിൽ ഇരിക്കുകയാണ്. റേഷൻ കടകളിലെ സ്റ്റോക്ക് തീരുന്നതോടെ റേഷൻ വിതരണം പൂർണ്ണമായി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്. കൊടകര കുഴൽപ്പണക്കേസിൽ ഉറവിടത്തെപ്പറ്റി അന്വേഷിക്കാതെയും BJP നേതാക്കളെ ചോദ്യം ചെയ്യാതെയും ED അന്വേഷണം അവസാനിപ്പിച്ചു. കവർച്ചയെക്കുറിച്ചും അതിനുശേഷം നടന്ന പണമിടപാടുകളെക്കുറിച്ചുമാണ് അന്വേഷണം നടത്തിയതെന്നാണ് EDയുടെ വാദം. അന്വേഷണം പൂർത്തിയായെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. കൊടകര കുഴൽപ്പണക്കേസിൽ നിർണായക തെളിവുകൾ പോലീസിന് കൈമാറിയെന്ന് BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് പറഞ്ഞു. BJP ഓഫീസിലെത്തിയ പണം ഭൂമിയിടപാടിനും വാഹന ഇടപാടിനും ഉപയോഗിച്ചു. ഈ കാര്യങ്ങൾ രഹസ്യമൊഴിയായി നൽകിയതും തിരൂർ സതീഷ് മീഡിയ 1നോട് പറഞ്ഞു. ഭൂമി ഇടപാടുകളും വാഹന ഇടപാടുകളും എല്ലാം ഈ പണമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. രേഖകളെല്ലാം ഞാൻ പോലീസ് ചോദിച്ച സമയത്ത് ഞാൻ പോലീസിന് കൈമാറിയിട്ടുണ്ടല്ലോ. രേഖകളെല്ലാം ഇതിലുണ്ടല്ലോ. ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളാണല്ലോ ഇതിന്റെ മറുപടി പറയേണ്ടത്. ഞാൻ പറഞ്ഞ പൈസ ഓഫീസിൽ വന്നു എന്നുള്ള കാര്യം പറഞ്ഞതിനെ കുറിച്ച് ഇതുവരെ പ്രതികരിക്കാനായിട്ട് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം തയ്യാറായിട്ടില്ലല്ലോ. ജില്ലാ പ്രസിഡന്റ് ഇതിന് മറുപടി പറയണല്ലോ. വ്യക്തിയധിക്ഷേപം നടത്തി ഒഴിഞ്ഞു മാറില്ല വേണ്ടത്. ആർജവത്തോടു കൂടിയിട്ട് പൈസ കൊണ്ടുപോയി ആർജവത്തോടു കൂടി പറയട്ടെ. കടുവയുടെ ആക്രമണത്തിൽ വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിൽ പ്രിയങ്ക ഗാന്ധി MP എത്തിയിരിക്കുകയാണ്. കണ്ണൂര് വിമാനമിറങ്ങിയ ശേഷമാണ് നേരെ വയനാട് പഞ്ചാരക്കൊല്ലിയിലേക്ക് പ്രിയങ്ക ഗാന്ധി യാത്ര തിരിച്ചത്. അവിടെ വീട്ടിലെത്തിയിരിക്കുന്നു. സന്ദർശനം നടത്തുകയാണ് പ്രിയങ്ക ഗാന്ധി. അവിടെ കുടുംബാംഗങ്ങളുമായും മറ്റുള്ളവരുമായും പ്രിയങ്ക ഗാന്ധി MP സംസാരിക്കും. അതിനുശേഷം മറ്റ് പരിപാടികളിലേക്ക് പ്രിയങ്ക ഗാന്ധി നീങ്ങും. 3 ദിവസം മുൻപാണ് പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ രാധ കൊല്ലപ്പെട്ടത്. അതിന് പിന്നാലെ തന്നെ പ്രിയങ്ക ഗാന്ധി അനുശോചനമടക്കം അറിയിച്ചിരുന്നു. ഇപ്പോൾ നേരിട്ടെത്തിയിരിക്കുകയാണ് രാധയുടെ വീട്ടിൽ. വന്യജീവി ആക്രമണം അതിരൂക്ഷമായ പശ്ചാത്തലത്തിലാണ് സ്വന്തം മണ്ഡലത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുന്നത്. പ്രിയങ്ക ഗാന്ധി MPക്കൊപ്പം KPCC അധ്യക്ഷൻ K സുധാകരനും ഇപ്പോൾ രാധയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇരുവരും വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അവിടെ ബന്ധുക്കളുമായും മറ്റുള്ളവരുമായും പ്രിയങ്ക ഗാന്ധി MPയും K സുധാകരനും സംസാരിക്കുകയാണ്. പഞ്ചാരക്കൊല്ലിയിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ വേണ്ടിയാണ് പ്രിയങ്ക ഗാന്ധി എത്തിയത്. ഇതിന് പിന്നാലെ ഇതിനുശേഷം വയനാട് DCC മുൻ ട്രഷററായിരുന്ന NM വിജയന്റെ കുടുംബാംഗങ്ങളെയും കാണും. കൽപ്പറ്റ കളക്ട്രേറ്റിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. കണ്ണൂരിൽ വിമാനമിറങ്ങിയ ശേഷമാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് തിരിച്ചത്. ആദ്യ പരിപാടി കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശിക്കുക എന്നത് തന്നെയായിരുന്നു. ഇപ്പോൾ ബന്ധുക്കളുമായി സംസാരിക്കുകയാണ് MP.
അതിനിടെ പ്രിയങ്ക ഗാന്ധിക്ക് നേരെ കരിങ്കുടി പ്രതിഷേധമടക്കം ഉണ്ടായിട്ടുണ്ട്. CPM പ്രവർത്തകരാണ് കരിങ്കുടി കാണിച്ചത്. ഇപ്പോൾ രാധയുടെ വീട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം തുടരുകയാണ്. ഷബീർ ഉമർ വിവരങ്ങൾ നൽകും. ഷബീർ, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി രാധയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ ബന്ധുക്കളുമായി സംസാരിക്കുകയാണോ? ആരൊക്കെയുണ്ട് MP-ക്കൊപ്പം? ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രിയങ്ക ഗാന്ധി രാധയുടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നതാണ്. KPCC അധ്യക്ഷൻ K. സുധാകരൻ അടക്കമുള്ള നേതാക്കളാണ് പ്രിയങ്ക ഗാന്ധിക്കൊപ്പം പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീട്ടിലെത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് രാധ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പ്രിയങ്ക ഗാന്ധി നേരത്തെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വലിയ തരത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ തരത്തിൽ പ്രതിഷേധമുയരുകയാണ്. വന്യമൃഗശല്യം, അതിനെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്നതെല്ലാം ഉന്നയിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഗാന്ധി ഈ രാധയുടെ വീട്ടിലേക്ക് എത്തുന്നത്. അല്പം മുമ്പാണ്, ഏതാണ്ട് 1:20 കൂടിയാണ് പ്രിയങ്ക ഗാന്ധി പഞ്ചാരക്കൊല്ലിയിലെ ഈ വീട്ടിലേക്ക് എത്തുന്നത്. ഇപ്പോൾ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. എന്തായാലും ഇതിനിടെ പ്രിയങ്ക ഗാന്ധി കണ്ണൂരിൽ നിന്ന് റോഡ് മാർഗമാണ് ഇവിടേക്ക് വയനാട്ടിലേക്ക് എത്തിയത്. ഇതിനിടെ കണിയാരത്ത് വെച്ച് മാനന്തവാടി കണിയാരത്ത് വെച്ച് പ്രിയങ്ക ഗാന്ധിക്കെതിരെ കരിങ്കുടി പ്രതിഷേധം കൂടി ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. CPM പ്രവർത്തകരാണ് പ്രിയങ്കക്കെതിരെ കരിങ്കൊടി കാണിച്ചത്. MP എന്ന നിലയിൽ ഒരു പ്രവർത്തനവും പ്രിയങ്ക ഗാന്ധി നടത്തുന്നില്ല. മണ്ഡലത്തിലെ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുന്നില്ല. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല. ഒപ്പം തന്നെ സംഭവങ്ങൾ ശരി, ഷബീറിലേക്ക് വരാം. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി MP-യുടെ സന്ദർശനം തുടരുകയാണ്. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലാണ് പ്രിയങ്ക ഗാന്ധി MP ആദ്യം എത്തിയിരിക്കുന്നത്. കണ്ണൂരിൽ വിമാനമിറങ്ങിയ MP നേരെ രാധയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അതിനിടയിലാണ് മാനന്തവാടി കണിയാരത്ത് വെച്ച് പ്രിയങ്ക ഗാന്ധിക്ക് നേരെ കരിങ്കുടി പ്രതിഷേധമുണ്ടായത്. CPM പ്രവർത്തകരാണ് കരിങ്കുടി കാണിച്ചത്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി. ഷബീർ ഉമർ തുടരുന്നു. ഷബീർ, ഇപ്പോഴും പ്രിയങ്ക ഗാന്ധി MP-യുടെ സന്ദർശനം അവിടെ രാധയുടെ വീട്ടിൽ തന്നെ തുടരുകയാണ്. അവിടെ ബന്ധുക്കളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ അല്പനേരം ചെലവിടുമെന്നാണ് അറിയുന്നത്. കൂടെ KPCC അധ്യക്ഷൻ K. സുധാകരനെ അടക്കം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ അടുത്ത പരിപാടിയായി DCC ട്രഷററായിരുന്ന NM വിജയന്റെ വീട് സന്ദർശനമാണോ? മറ്റെന്തൊക്കെ കാര്യപരിപാടികളുണ്ട് പ്രിയങ്ക ഗാന്ധിക്ക്? ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി സുൽത്താൻ ബത്തേരി DCC ട്രഷറായിരുന്ന NM വിജയന്റെ കുടുംബാംഗങ്ങളെ കാണും, അവരെ ആശ്വസിപ്പിക്കും. നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആരോപണം നേരിട്ട് കോൺഗ്രസ് നേതൃത്വം തന്നെ ആരോപണം മുന്നിൽ നിന്ന സംഭവമാണ് NM വിജയന്റെ മരണം. അതിനുശേഷം ആദ്യമായാണ് ഒരു പ്രധാനപ്പെട്ട നേതാവ് NM വിജയന്റെ കുടുംബാംഗങ്ങളെ കാണുന്നത്. നേരത്തെ സംസ്ഥാനത്തെ നേതാക്കളെല്ലാം തന്നെ കുടുംബാംഗങ്ങളെ കണ്ടിരുന്നു. ഇനിയിപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇത് കഴിഞ്ഞാൽ, ഈ സന്ദർശനം കഴിഞ്ഞാൽ നേരെ സുൽത്താൻ ബത്തേരിയിലെ NM വിജയന്റെ വീട് സന്ദർശിക്കും. അതിനുശേഷം കൽപ്പറ്റയിൽ ഒരു പ്രധാനപ്പെട്ട യോഗം കൂടി ചേരുന്നുണ്ട്. ആ യോഗം പ്രധാനപ്പെട്ടെന്ന് പറയുമ്പോൾ ഉന്നതതല യോഗമാണ് വിളിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ അടക്കം ജില്ലയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക. എന്തായാലും ഈ വന്യമൃഗശല്യം രൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ യോഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് യോഗത്തിലെ തീരുമാനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. എന്തായാലും ഈ വന്യമൃഗശല്യം തടയുന്നതിനുള്ള ശാശ്വതമായ നടപടികൾ വേണമെന്നാണ് വയനാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ആ നിലയ്ക്ക് വലിയ തരത്തിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ആ യോഗം കൂടിയാണ്. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീട് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി MP സന്ദർശിക്കുകയാണ്. അവിടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ് MP. അതിനുശേഷം മരിച്ച NM വിജയന്റെ വീടും സന്ദർശിക്കും. ഒപ്പം ഉന്നതതല യോഗത്തിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. വിവരങ്ങളാണ് ഷബീർ ഉമർ നൽകിയത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ കലാരാജുവിന്റെ മകനെതിരെ കേസ്. CITU പ്രവർത്തകനെ ആക്രമിച്ചെന്ന പരാതിയിലാണ് കേസ്. എറണാകുളത്തുള്ള തന്നെ വ്യാജ കേസിൽ കുടുക്കിയതാണെന്ന് കലാരാജുവിന്റെ മകൻ ബാലു പറഞ്ഞു. ബാലുവിനെതിരായ പരാതി വ്യാജമാണെന്ന നിഗമനത്തിലാണ് പോലീസ്.
കൂത്താട്ടുകുളം CPM ഏരിയ കമ്മിറ്റി ഓഫീസിനടുത്ത് വെച്ച് CITU KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷം നടന്നിരുന്നു. KSU പ്രവർത്തകന് പരിക്കേറ്റ സംഭവത്തിൽ CITU പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു. CITU പ്രവർത്തകരുടെ കൗണ്ടർ പരാതിയിലാണിപ്പോൾ സംഭവസ്ഥലത്തില്ലാതിരുന്ന കലാരാജുവിന്റെ മകൻ ബാലുവിനെയും പോലീസ് പ്രതിയാക്കിയത്. KSU പ്രവർത്തകനായ അഭിനവും ബാലുവും ചേർന്ന് CITU പ്രവർത്തകരെ കമ്പികൊണ്ട് മർദ്ദിച്ചുവെന്നാണ് പരാതി. പരാതിയിൽ കൂത്താട്ടുകുളം പോലീസ് കേസെടുത്തു. ബാലുവിനെതിരായ പരാതി വ്യാജമാണെന്നും അന്വേഷണഘട്ടത്തിൽ ബാലുവിനെ ഒഴിവാക്കുമെന്നുമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ തന്നെ കേസിൽപ്പെടുത്തിയത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ബാലു ആരോപിച്ചു. ഇതെന്തായാലും ഫേക്ക് കേസാണ്. കാരണം നമ്മൾ മാനസികമായിട്ടൊന്ന് തളർത്തണം. കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം നമ്മുടെ ഭാഗത്ത് എല്ലാ തെളിവുണ്ട്. അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ എന്നാൽ പിന്നെ എനിക്കിട്ടൊരു ഇതെന്നുള്ള രീതിയിൽ അമ്മേനെ തളർത്താനുള്ള ഇതായിട്ട് എനിക്ക് തോന്നുന്നത്. കൂത്താട്ടുകുളം നഗരസഭയിൽ UDF-നൊപ്പം ചേർന്ന കലാരാജുവിനെ CPM നേതാക്കൾ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കിയിരുന്നു. കലാരാജു ഇപ്പോഴും എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മീഡിയ 1 കൊച്ചി. കഠിനംകുളത്ത് കൊല്ലപ്പെട്ട ആതിരയെ വിവാഹം കഴിക്കണമെന്ന് പ്രതി ജോൺസൺ ഔസേപ്പ് യുവതിയോട് കുടുംബത്തോട് ആവശ്യപ്പെട്ടിരുന്നതായി പോലീസ്. ബന്ധം കുടുംബം എതിർത്തതാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴിയിലുള്ളത്. പ്രതി ജോൺസനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ചെങ്ങന്നൂർ ഭാസ്കര കാർണവർ വധക്കേസിൽ പ്രതി ഷെറിന് മോചനം നൽകാൻ മന്ത്രിസഭ തീരുമാനം. 14 വർഷം ശിക്ഷ പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് ഇളവ് നൽകാൻ സർക്കാർ തീരുമാനമെടുത്തത്. ജീവപര്യന്തം തടവിനായിരുന്നു ഷെറിനെ കോടതി ശിക്ഷിച്ചത്. 2009 നവംബർ 8-നാണ് ചെങ്ങന്നൂർ സ്വദേശി ഭാസ്കര കാർണവർ കൊല്ലപ്പെട്ടത്. ഭാസ്കര കാർണവരുടെ മകന്റെ ഭാര്യയായിരുന്നു ഷെറിൻ. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7480 രൂപ, പവൻ 59,840 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 6200 രൂപ, പവന് 49,600 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ.